ഓം ശാന്തി. എല്ലാവർക്കും ഗണേശ ചതുർത്ഥി ശുഭദിന ആശംസകൾ. കാലചക്രത്തിൻ്റെ പ്രവാഹത്തിൽ നമ്മുടെ ഭാരതത്തിലെ ആചാര അനുഷ്ഠാനങ്ങൾക്കും സമ്പ്രദായങ്ങൾക്കും പല പ്രകാരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നാലും നിറം മങ്ങാതെ വർണ്ണശബളമായി തന്നെ എന്നും ഗണേശ പൂജയും ഗണേശ ചതുർത്ഥിയും ആഘോഷിച്ചു വരുന്നുണ്ട്. അതിന് പിന്നിലുള്ള സമ്പ്രദായം നമുക്ക് ഓരോരുത്തർക്കും ഗണേശനോടുള്ള ഭക്തിയും ആദരവും തന്നെയാണ്. നോക്കണം, ഗണേശ പൂജ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രകാരത്തിലുള്ള വിഘ്നങ്ങളെയും അതിജീവിക്കുന്നതിന് വേണ്ടിയാണ്. എന്നാലും ഗണേശ പൂജ ചെയ്തതുകൊണ്ട് മാത്രം, ഗണേശ ഉത്സവം ആഘോഷിച്ചതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ ജയിക്കാൻ നമുക്ക് കഴിയില്ല. അതിന് പകരമായി നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ? ഗണേശനിൽ ഉള്ള വിശേഷപ്പെട്ട ഗുണങ്ങളെ കൂടി നമുക്ക് ഗ്രഹിക്കേണ്ടതായിട്ടുണ്ട്. അഥവാ വിശേഷപ്പെട്ട ഗുണങ്ങളെ നമുക്കും നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിൽ സദാകാലത്തേക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പ്രതിസന്ധികളെ ജയിക്കുവാനുള്ള ശക്തി ആർജിക്കാം. ആദ്യം നമ്മളൊന്ന് നോക്കണം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങൾക്കും കാരണം നമ്മുടെ തന്നെ മനസ്സിൻ്റെ ദുർബലതകളാണ്. അല്ലെങ്കിൽ നമ്മുടെ തന്നെ സ്വഭാവങ്ങളോ സംസ്കാരങ്ങളോ ശീലങ്ങളോ ആയിരിക്കും. നമ്മൾ ഓരോരുത്തരും ഐശ്വര്യം തുളുമ്പുന്ന ഗണപതിയുടെ വിഗ്രഹം കണ്ടിട്ടില്ലേ? ആ ഗണപതി വിഗ്രഹത്തിലെ ഓരോ സവിശേഷ ഗുണങ്ങളെയും നമുക്കൊന്ന് വിശകലനം ചെയ്താലോ വളരെ നല്ല രീതിയിൽ. ഗണേശൻ്റെ തല കാണിച്ചിരിക്കുന്നത് ആനയുടെ ശിരസ്സാണ്. ഇത് ബുദ്ധിവൈഭവത്തിൻ്റെ പ്രതീകമാണ്. സൂക്ഷ്മമായ ബുദ്ധി, ബുദ്ധിയുടെ കാര്യക്ഷമത, നിർണയശക്തി ഇതെല്ലാം കാണിക്കുന്നതാണ്. ജ്ഞാനയുക്തമായ ബുദ്ധി, വിശാലമായ ബുദ്ധി, സൂക്ഷ്മമായ ബുദ്ധിയുടെ അടയാളമാകുന്നു. ജ്ഞാനത്തിൻ്റെ സാഗരനായ ശിവപരമാത്മാവിൽ നിന്നും ഒഴുകുന്ന ആത്മീയ ജ്ഞാനത്തെ ഗ്രഹിക്കുന്ന ആളാണ് ഗണേശൻ. അതുകൊണ്ട് തന്നെ ഗണേശനെ പ്രായോഗിക ജ്ഞാനവും ബുദ്ധിയുടെ കാര്യക്ഷമതയും വളരെ പെട്ടെന്ന് ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുമുള്ള കഴിവുണ്ട്. അടുത്തതാണ് ഗണേശൻ്റെ കണ്ണുകൾ. കണ്ണുകളുടെ പ്രത്യേകതയാണ് വളരെ ചെറുതാണ്. ഏകാഗ്രതയും ദീർഘവീക്ഷണത്തിൻ്റെയും അടയാളമാണിത്. അടുത്തതാണ് ഗണേശൻ്റെ ചെവികൾ. കണ്ടിട്ടില്ലേ? മുറം പോലെയാണുള്ളത്. നോക്കൂ, നമ്മളെല്ലാവരും മുറം എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്? ചേരാൻ വേണ്ടിയിട്ടാണ്. ഏത് ധാന്യങ്ങളും മുറം കൊണ്ട് നമ്മൾ ചേരുമ്പോൾ അതിൽ നിന്നും നല്ലതും ചീത്തയും വേർതിരിച്ചെടുക്കാൻ സാധിക്കാറുണ്ട്. ഇതുപോലെ അനേകം പേർ നമ്മളോട് വന്ന് പല കാര്യങ്ങൾ പറയുമ്പോഴും അതിലെ നല്ലതും ചീത്തയും വേർതിരിച്ചിറങ്ങി അതിലെ നല്ലതിനെ മാത്രം സ്വീകരിക്കാനുള്ള കഴിവിൻ്റെ പ്രതീകമാണ് ഗണേശൻ്റെ മുറംപോലെയുള്ള ചെവി. അടുത്തത് ഗണേശൻ്റെ തുമ്പിക്കൈയാണ്. ഇത് ശക്തിയുടെ പ്രതീകമാണ്. ഒരു വൃക്ഷത്തെ പോലും കടയോടെ പിഴുതെടുക്കാനുള്ള കഴിവ് തുമ്പിക്കൈനുണ്ട്. എന്നാൽ വളരെ ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ ആനയുടെ തുമ്പിക്കൈയിൽ ഊഞ്ഞാലാടുന്നത്? അതിനർത്ഥം തുമ്പിക്കൈ ബാലൻസാണ്, സന്തുലനമാണ്. സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ബാലൻസിനെ സൂചിപ്പിക്കുന്നതാണ് ഗണേശൻ്റെ തുമ്പിക്കൈ. അടുത്തതെന്താണ്? ആനക്കൊമ്പാണ്. ആനക്കൊമ്പ് വളരെയധികം വിലപ്പെട്ടതാണ്. അതുപോലെ നമ്മുടെ വായിൽ നിന്നും വരുന്ന ഓരോ ശബ്ദങ്ങളും അമൂല്യമായിരിക്കണം, വിലപ്പെട്ടതായിരിക്കണം. അടുത്തതെന്താണ്? ഗണേശൻ്റെ വലിയ വയറെന്ന് പറയുന്നത്. ഈ വലിയ വയറ് വിശാലമായ മനസ്സ്, വിശാലമായ ഹൃദയത്തിൻ്റെ പ്രതീകമാണ്.
തൻ്റെ സമ്പർക്കത്തിലേക്ക് ആര് കടന്നു വരുമ്പോഴും തൻ്റെ സമ്പർക്കത്തിലേക്ക് വരുന്ന ഏതൊരാളുകളോടും വളരെ ക്ഷമാഭാവത്തോടെ. അതുപോലെ ഗണേശൻ്റെ വലിയ വയറെന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ വിശാലത അല്ലെങ്കിൽ മനസ്സിൻ്റെ വിശാലതയെ സൂചിപ്പിക്കുന്ന ഒന്നാകുന്നു. ഏത് സാഹചര്യത്തെയും ഏത് വ്യക്തികളെയും അഡ്ജസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, എല്ലാവരെയും അംഗീകരിക്കുകയും എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ശക്തിയുമാണ് ഗണേശൻ്റെ വലിയ വയറെന്ന് പറയുന്നത്. അതുപോലെ നോക്കണം, ഗണേശന് 4 കൈകളാണുള്ളത്. അതിലെ ഒരു കൈയെന്ന് പറയുന്നത് വരദാനി ഹസ്തമാണ്. തൻ്റെ സമ്പർക്കത്തിലേക്ക് വരുന്ന ഏത് ആളുകളെ പ്രതിയും ശുഭഭാവന, മംഗളഭാവന വയ്ക്കുന്ന സൂചനയാണിത്. വേറൊരു കൈയിൽ കാണിക്കുന്നത് ചരടാണ്. ഈ ചരടിൻ്റെ അർത്ഥം ഇതാണ്: തൻ്റെ സമ്പർക്കത്തിലേക്ക് വരുന്ന ഏതൊരാളുകളെയും സ്നേഹമാകുന്ന ചരടിൽ ബന്ധിപ്പിക്കുന്നു. മൂന്നാമത്തെ കയ്യിൽ കാണിക്കുന്നത് ഇതാണ്: കയ്യിൽ ആയുധമാണ്. ആയുധത്തിൻ്റെ അർത്ഥം ഇതാണ്: ഏത് വ്യക്തികളുമായി ഇടപഴകുമ്പോഴും ആ വ്യക്തികളിലെ മോശപ്പെട്ട സ്വഭാവ സംസ്കാരം തന്നെ ബാധിക്കാതെ അതിനെ ചെറുത്ത് നിൽക്കാനുള്ള ശക്തിയും അതിനെ ഇല്ലായ്മ ചെയ്യാനുള്ള ശക്തിയുമാണ് മൂന്നാമത്തെ കയ്യിൽ ആയുധം കാണിച്ചിരിക്കുന്നത്. ഇനി നാലാമത്തേതാണെങ്കിലോ, നാലാമത്തെ കയ്യിൽ കാണിച്ചിരിക്കുന്നത് താമരപുഷ്പമാണ്. അത് സ്നേഹിയായിരിക്കുന്നതിൻ്റെയും നിർമോഹിയായിരിക്കുന്നതിൻ്റെയും അടയാളമാണ്. പരിശുദ്ധമായ ജീവിതം, നിർമ്മലമായ ജീവിതമാണ്. അതായത് തനിക്ക് ചുറ്റുമുള്ള ഒരു പ്രകാരത്തിലുള്ള മാലിന്യങ്ങളും തന്നെ ബാധിക്കാതെ എല്ലാ പ്രകാരത്തിലുള്ള മാലിന്യങ്ങളിൽ നിന്നും മുക്തമായിരിക്കുന്ന അവസ്ഥ. അടുത്തത് ഗണേശൻ ഇരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഗണേശൻ ഇരിക്കുമ്പോൾ ഒരു കാൽ മടക്കി വെച്ചും മറ്റേ കാൽ ഭൂമിയിൽ പതിച്ചുമാണ്. അതിനർത്ഥം ഏത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആ തീരുമാനങ്ങൾ വിനീതമായി എടുക്കുന്നു. വിനീതമായി എടുത്തതിന് ശേഷം ആ തീരുമാനങ്ങളിൽ ഉറച്ചു നിൽക്കുന്നു. എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും മറ്റുള്ളവർക്ക് ദോഷമാകാത്ത തരത്തിൽ തീരുമാനമെടുക്കാനുള്ള കഴിവാണ് ഇതിൻ്റെ പ്രത്യേകം. മറ്റൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഗണേശൻ്റെ ഇഷ്ടവിഭവം എന്ന് പറയുന്നത് മോദകവും പൂന്തി ലഡ്ഡുവുമാണ്. അതിനർത്ഥം ഇതാണ്: മധുര സ്വഭാവമാണ്, ക്ഷമാഭാവമാണ്. താൻ ആരെല്ലാമായിട്ട് സമ്പർക്കത്തിലേക്ക് വരുമ്പോഴും അവരോട് മധുരമായി ഇടപഴകി, ക്ഷമാഭാവത്തോടുകൂടെ ഇടപഴകി എല്ലാവരോടൊപ്പം ഒരുമിച്ച് പോകാനും എല്ലാവരെയും ഒരുമിപ്പിക്കാനുള്ള കഴിവാണ് അവിടെ മധുര സ്വഭാവമായിട്ടും ക്ഷമാഭാവവുമായിട്ട് കാണിക്കുന്ന മോദകവും പൂന്തി ലഡ്ഡുവും എന്ന് പറയുന്നത്. ഗണേശൻ്റെ വാഹനം മൂഷികനായിട്ടാണ് കാണിക്കുന്നത്. മൂഷികന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. തനിക്ക് മുന്നേറാനുള്ള വഴി താൻ തന്നെ കണ്ടെത്തും, അതായത് താൻ തന്നെ നിർമ്മിക്കും. ഒരു തുരങ്കത്തെ പോലും തനിക്ക് പോകുന്നതിന് വേണ്ടി ആള് തുരങ്കത്തെ പോലും തുറക്കുന്നതായിട്ട് കാണും. വലിയൊരു മലയുണ്ടെങ്കിൽ ആ മല പോലും തുരന്ന് തനിക്ക് പോകാനുള്ള വഴി ഉണ്ടാക്കുന്നതായിട്ട് കാണാം. അതിനർത്ഥം എന്താണ്? ജീവിതത്തിൽ എത്ര വലിയ മാർഗ തടസ്സങ്ങളുണ്ടായാലും തനിക്ക് മുന്നേറാനുള്ള വഴി താൻ തന്നെ ഉണ്ടാക്കാനുള്ള കഴിവ് ഗണേശന് ഉണ്ടായിരുന്നു. നോക്കൂ, ഇതെല്ലാമാണ് ഗണേശൻ്റെ ജീവിത ദർശനങ്ങൾ. നമുക്ക് ഓരോരുത്തർക്കും ഈ ജീവിത ദർശനങ്ങളെ നമ്മുടെ പ്രേരണകളാക്കി മാറ്റാം. പ്രത്യേകിച്ചും ഗണേശനെക്കുറിച്ച് പറയാറുള്ളത് അഷ്ടഗണേശൻ അല്ലെങ്കിൽ അഷ്ടഗണപതി എന്നൊക്കെയുണ്ട്. നോക്കൂ, ഗണേശനിൽ കാണുന്ന അഷ്ടശക്തികളെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് ഒന്ന് ധാരണ ചെയ്യൂ. എങ്കിൽ നമ്മുടെ ജീവിതം സുന്ദരമാകും, നമ്മുടെ ജീവിതം സുഗമമാകും. നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രകാരത്തിലുള്ള വിഘ്നങ്ങളെയും അതിജീവിച്ച് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. എങ്കിൽ എന്തൊക്കെയാണ് അഷ്ടശക്തികൾ? അത് നമുക്ക് ചുരുക്കത്തിൽ ഒന്നുകൂടെ നോക്കാം.
ഒന്നാമത്തേതായിരുന്നു വിശാലമായ ചിന്ത, ശ്രേഷ്ഠമായ ചിന്ത. രണ്ടാമത്തേതാണ് ഏകാഗ്രമായുള്ള ബുദ്ധി അല്ലെങ്കിൽ ദീർഘവീക്ഷണം. മൂന്നാമത്തേതാണ് നല്ലതിനെ മാത്രം ഗ്രഹിക്കാനുള്ള കഴിവ്. നാലാമത്തേതാണ് കർമ്മത്തിൽ ബാലൻസ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ബാലൻസ്. അഞ്ചാമത്തേതാണ് അമൂല്യമായ വാക്കുകൾ. ആറാമത്തേതാണ് ഉൾക്കൊള്ളാനുള്ള ശക്തി. ഏഴാമത്തേതാണ് മധുരമായ സ്വഭാവത്തോടുകൂടെ ക്ഷമാഭാവത്തോടുകൂടെ എല്ലാവരെയും സ്നേഹമാകുന്ന നൂലിൽ ബന്ധിപ്പിക്കാനുള്ള ശക്തി. എട്ടാമത്തേതാണ് താമരപുഷ്പം പോലെ പരിശുദ്ധമായ നിർമ്മലമായ ജീവിതം, മനോമാലിന്യങ്ങളിൽ നിന്നും മുക്തമായ ജീവിതം. നമുക്കും ഗണേശനെ പോലെ ഇതുപോലെയുള്ളൊരു ജീവിത രീതി സ്വീകരിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും സിദ്ധി, സഫലത, വിജയം നമ്മുടെ കഴുത്തിലെ ഹാരമായി മാറും. ഗണേശനെ പല പ്രകാരത്തിലുള്ള നാമങ്ങൾ കണ്ടിട്ടുണ്ട്. ഒന്ന് വിനായകൻ എന്ന് പറയും, വിനയത്തോട് ജീവിക്കുന്നവൻ. ഗണപതി എന്ന് പറയും, ഗുണങ്ങളുടെ പതിയാണ്. വിഘ്നവിനാശകനാണ്, വിഘ്നങ്ങളെ വിനാശം ചെയ്യുന്നവനാണ്. ഗണേശനാണ്, ഗുണങ്ങളിൽ ഈശ്വനാണ്. നമുക്കും ഈ ഗണേശ ചതുർത്ഥിയിൽ ഗണേശനിലെ വിശേഷപ്പെട്ട ഗുണങ്ങളെ നമുക്ക് ഗ്രഹിക്കാം. ഗണേശൻ്റെ മറ്റൊരു പ്രത്യേകത ഇതുകൂടിയായിരുന്നു, തൻ്റെ മാതാപിതാവിനെ തൻ്റെ ലോകമാക്കി മാറ്റി. ഇതുപോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ശിവപരമാത്മാവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവാക്കി മാറ്റി നമ്മുടെ ജീവിതത്തിലെ ഈശ്വരനെ തന്നെ തൻ്റെ ലോകമാക്കി മാറ്റുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന എല്ലാ പ്രതിസന്ധികളെയും എല്ലാ വിഘ്നങ്ങളെയും സഹജമായി സരളമായ രീതിയിൽ തന്നെ മറികടക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഗണേശ പൂജ ചെയ്യുന്നതിനോടൊപ്പം ഗണേശ ഉത്സവം ആഘോഷിക്കുന്നതിനോടൊപ്പം ഗണേശനിലെ ഈ അഷ്ടശക്തികളെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ധാരണ ചെയ്ത് സദാകാലത്തേക്ക് വിഘ്നങ്ങളെ നമുക്കില്ലാതാക്കാം. ഓം ശാന്തി.